Welcome to BSc Complementary Physics for BSc Main Chemistry and Mathematics students. We see Semester 2 paper Thermal Physics. Semester 2 paper Thermal Physics. And today's topic is blackbody spectrum and Kirchhoff's law in transmission of heat. Blackbody spectrum and Kirchhoff's law. And this is class number 8. Class number 8 on thermal physics. And the first topic is blackbody spectrum, or it is also called spectral distribution of blackbody radiation. Spectral distribution of blackbody radiation. അപ്പോൾ ആദ്യ ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത് ബ്ലാക്ക് സ്പെക്ട്രമാണ്, അല്ലെങ്കിൽ സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഇത്രയേ ഉള്ളൂ. ഈ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് റേഡിയേഷൻ പുറത്തേക്ക് വരും. ഈ റേഡിയേഷൻ വ്യത്യസ്തമായ വേവ് ലെങ്തിലാണ്. ഒരു സിംഗിൾ വേവ് ലെങ്തിലല്ല ഒരു ബ്ലാക്ക് ബോഡിയിൽ നിന്ന് റേഡിയേഷൻ പുറത്തേക്ക് വരുന്നത്. അതിന് ഡിഫറൻറ്റ് വേവ് ലെങ്തുണ്ട്. അപ്പോൾ ഓരോ വേവ് ലെങ്തിലുള്ള റേഡിയേഷന് എത്രമാത്രം എനർജി ഉണ്ട് അതിനെപ്പറ്റിയുള്ള പഠനത്തെയാണ് ഈ നമ്മൾ സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുക. ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന് വ്യത്യസ്തമായ ലാംഡ വേവ് ലെങ്ത് കാണും. ലൈറ്റ് റേഡിയേഷൻ പോലെയാണ് ഹീറ്റ് റേഡിയേഷൻ. അതിന് വ്യത്യസ്തമായ വേവ് ലെങ്താണുള്ളത്. ഈ വേവ് ലെങ്തുള്ള ഓരോ തെർമൽ ഫോട്ടോണിനും പ്രത്യേക എനർജിയാണ്. അപ്പോൾ എനർജിയും ലാംഡയും തമ്മിൽ പഠിക്കുന്ന ഒരു സ്റ്റഡിയെ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ ബ്ലാക്ക് ബോഡി, അല്ലെങ്കിൽ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ദ തെർമൽ റേഡിയേഷൻ ഈസ് ഓഫ് എനർജി ഗിവൺ ബൈ ഈ സെച്ചിന്യൂ. ഈ തെർമൽ ഫോട്ടോണിൻ്റെ എനർജി ഈ സെച്ചിന്യൂ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ സെച്ചിന്യൂ, അപ്പോൾ ഈ ന്യൂ എന്ന് പറഞ്ഞാൽ സി ബൈ ലാംഡയാണ്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്യും. ഫോർ തെർമൽ റേഡിയേഷൻ എനർജി ഇസ് ഗിവൺ ബൈ ഈ സെച്ചിന്യൂ ഈസ് എച്ച് ഇൻറ്റു സി ബൈ ലാംഡ. അപ്പോൾ ദി എനർജി റേഡിയേറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി ഈസ് നോട്ട് കൺഫൈൻഡ് ടു എ സിംഗിൾ വേവ് ലെങ്ത്. ഈ ഗ്രാഫ് കൂടി നോക്കുക. ഒരു ബ്ലാക്ക് ബോഡി സ്പെക്ട്രം നമ്മൾ ഗ്രാഫിക്കലായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ചിത്രമാണിത്. ഗ്രാഫിക്കലായിട്ട് കാണിച്ച ചിത്രമാണ്. എക്സ് ആക്സിൽ നമ്മൾ എടുക്കുന്നത് ലാംഡയാണ്, വൈ ആക്സിൽ എടുക്കുന്നത് എനർജിയാണ്. അപ്പോൾ എനർജിയും ലാംഡയും തമ്മിൽ ഉള്ള ഒരു ഗ്രാഫ്, ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിൻ്റെ ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. ബ്ലാക്ക് ബോഡി ഫോട്ടോണിൻ്റെ തെർമൽ ഫോട്ടോയുടെ എനർജി എക്സ് വൈ ആക്സിലും അതിന് വേവ് ലെങ്ത് എക്സ് ആക്സിൽ എടുത്തിരിക്കുകയാണ്. ഓരോ ലാംഡയാണ് എക്സ് ആക്സിൽ എടുക്കുന്നത്. ലാംഡ ഓരോ ടെമ്പറേച്ചറിലും ബ്ലാക്ക് ബോഡി വെച്ചിട്ട് അതിൽ നിന്ന് വരുന്ന റേഡിയേഷനാണ് അളന്നത്. ഇവിടെ ഓർത്തിരിക്കാവുന്ന വാല്യൂ ആണ്. ഇങ്ങനെയും ബുക്കിനകത്തുണ്ട്, ചിലതിനകത്ത് 1364 എന്നൊക്കെ ആയിരിക്കും. അത് ഓർത്തിരിക്കാൻ പ്രയാസമുണ്ട്. ഇവിടെ 200 വെച്ച് കൂട്ടി എഴുതിയിരിക്കുകയാണ്. ഇതുപോലെയും ചില ടെസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചില ബുക്ക് നോക്കുകയാണെങ്കിൽ 1354, 1664 എന്നൊക്കെ ആയിരിക്കും. അത്തരം വാല്യൂസ് ഓർത്തിരിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഓർത്തിരിക്കാവുന്ന വാല്യൂ ആണ് ഇവിടെ ടെമ്പറേച്ചറായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. 1200K, 1400K, 1600K, 2000K. ഇപ്പോൾ ഒരു ബ്ലാക്ക് ബോഡിയെ വ്യത്യസ്തമായ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ഒരു സ്പെക്ട്രോമീറ്റർ വെച്ച് അനലൈസ് ചെയ്യും. എന്നിട്ട് എനർജി അളക്കും. എനർജി വൈ ആക്സിലും ഈ വേവ് ലെങ്ത് എക്സ് ആക്സിലും വെച്ച് ഗ്രാഫ് വരക്കും. ബ്ലാക്ക് ബോഡിയെ വ്യത്യസ്തമായ ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് ഈ റേഡിയേഷൻ എനർജി അളക്കുക. ദി എനർജി റേഡിയേറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി ഈസ് നോട്ട് കൺഫൈൻഡ് ടു എ സിംഗിൾ വേവ് ലെങ്ത് ബട്ട് ഇറ്റ് ഈസ് spread over a wide region of wavelengths. Energy is not confined to a single wavelength, but it is spread over a continuous spectrum. The energy radiated by different wavelengths was first studied. ആദ്യം പഠിച്ചത് ഒരു ബ്ലാക്ക് ബോഡിയിൽ നിന്ന് വരുന്ന വ്യത്യസ്ത റേഡിയേഷൻ എനർജി ആദ്യമായിട്ട് പഠിച്ചത് ആരാണ്? ഇതിനെപ്പറ്റി മനസ്സിലാക്കിയത് 2 പേരാണ്. അവരുടെ പേരൊന്ന് ഓർത്തിരിക്കണം ഇത് പഠിക്കുമ്പോൾ. ദി എനർജി റേഡിയേറ്റഡ് ഫ്രം എ ബ്ലാക്ക് ബോഡി, ദി എനർജി ഓഫ് ഫോട്ടോൺ റേഡിയേറ്റഡ് ഫ്രം എ ബ്ലാക്ക് ബോഡി വാസ് സ്റ്റഡീഡ് ബൈ ലമ്മർ ആൻഡ് പ്രിങ്സ്ഹെയിം. ലമ്മർ LUMMER, പ്രിങ്സ്ഹെയിം PRINGSHEIM. ഇവർ 2 പേരുമാണ്, 2 സയൻറ്റിസ്റ്റുകളാണ് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എനർജി ആദ്യമായിട്ട് അളന്നത്. ദേ dispersed the radiations coming from a black body with a
ഇൻ ടു എ സ്പെക്ട്രം ആൻഡ് അനലൈസ്ഡ് ഇറ്റ്. ഇപ്പോൾ ഒരു ബ്ലാക്ക് ബോഡിയിൽ നിന്ന് വരുന്ന ഈ റേഡിയേഷൻ അവരൊരു അളന്നിട്ട് അതിന് സ്പെക്ട്രം സ്റ്റഡി ചെയ്യും. ദ സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ എനർജി ഈസ് ഷോൺ ദ ഗ്രാഫ്. നമ്മൾ മുകളിൽ കാണിച്ചിരിക്കുന്ന ഗ്രാഫിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക. ദ ഫോളോയിങ് ഇൻഫർമേഷൻസ് വെയർ ഡിറൈവ്ഡ് ഫ്രം ദി സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ കിട്ടിയ ഗ്രാഫിൽ നിന്ന് താഴെ പറയുന്ന അനുമാനങ്ങളാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് അവർക്ക് ലഭിച്ചത്. അപ്പോൾ ആ ഗ്രാഫിൽ നിന്ന് കൂടി നോക്കിക്കോളാം. ഇതാണ് ഗ്രാഫ്. ഓരോ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് ആൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ടോപ്പ് പോയിന്റ് ഇടത്തോട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ഈ കുന്നുപോലെ വരയ്ക്കുകയുള്ള കർവ്, അങ്ങനെ മുകളിലോട്ട് ചെല്ലുന്തോറും അതിൻ്റെ ടോപ്പ് അറ്റം ലെഫ്റ്റിലേക്ക് മാറുന്നത് കാണാം. ലെഫ്റ്റിലേക്ക് മാറുക എന്നുള്ളത് ആ മാക്സിമം എനർജി കാണിക്കുന്ന ലാംഡകളാണ്. മാക്സിമം എനർജി കാണിക്കുന്ന ലാംഡകൾ ഓരോ കർവിലേക്ക് മുകളിലോട്ട് ചെല്ലുമ്പോൾ ഇടത്തോട്ട് മാറും. അത് അവരുടെ ഒരു പ്രധാന നിരീക്ഷണമായിരുന്നു. അത് പ്രത്യേകം ഓർത്തുകൊള്ളണം. അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവർ ഈ ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിൽ കണ്ടെത്തിയത്? ഈ ലമ്മർ ആൻഡ് പ്രിൻസ്ഹെയിം കണ്ടെത്തിയത് എന്താണ്? ഇപ്പോൾ ഒന്നാമത്തെ പോയിന്റായിട്ട് അവർ കണ്ടെത്തിയത് ഇതാണ്. At a given temperature, the energy is not uniformly distributed. ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ എനർജി യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ല. ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദി റേഡിയേഷൻ സ്പെക്ട്രം ഓഫ് ദി ബ്ലാക്ക് ബോഡി. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ദി എനർജി ഈസ് നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ എല്ലാ ഫോട്ടോണിനും ഒരേ എനർജി അല്ല. ഫോർ ഈച്ച് ടെമ്പറേച്ചർ ഓഫ് ദി ബ്ലാക്ക് ബോഡി ദി റേഡിയൻ്റ് എനർജി ഈസ് മാക്സിമം ഫോർ എ പെർട്ടിക്കുലർ വേവ് ലെങ്ത്. അപ്പോൾ ഓരോ ടെമ്പറേച്ചറിലും റേഡിയൻ്റ് എനർജി അളക്കുമ്പോൾ ഒരു പ്രത്യേക ലാംഡയ്ക്ക് എനർജി മാക്സിമം ആയിരിക്കും. ഫോർ ഷോർട്ടർ ആൻഡ് ലോങ്ങർ വേവ് ലെങ്ത് ഇത് എനർജി ഗ്രാജുവൽ ഡിക്രീസസ്. വേവ് ലെങ്ത് കൂടിയാൽ കുറഞ്ഞാൽ ഈ ഫോട്ടോൺ എനർജി കുറയുന്നതായിട്ട് കാണാം. അതാണ് കർവാണല്ലോ കിഴിപ്പോട്ടാണല്ലോ വരുന്നത്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. As wavelength decreases, നാലാമത്തെ പോയിന്റ്, as temperature increases, the wavelength corresponding to maximum energy shifts to the shorter wavelength side. ആ ടെമ്പറേച്ചർ നമ്മൾ കൂടിയ ടെമ്പറേച്ചർ ചെല്ലുമ്പോൾ ആ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു മാക്സിമം എനർജി ഷിഫ്റ്റ്സ് ടു ഷോർട്ടർ വേവ് ലെങ്ത് സൈഡ്. കൂടിയ വേവ് ലെങ്തിലേക്ക് ടെമ്പറേച്ചർ ചെല്ലുമ്പോൾ മാക്സിമം എനർജി കാണിക്കുന്ന ലാംഡകൾ ഇടത്തോട്ട് മാറും. ഈ ഷോർട്ടർ വേവ് ലെങ്ത് സൈഡിലേക്ക് മാറും. ദിസ് ഈസ് നോൺ ആസ് വിയൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. അപ്പം ഇങ്ങനെ ഹയർ ടെമ്പറേച്ചറിലേക്ക് ബ്ലാക്ക് ബോഡി ഇരുന്നാൽ അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത് ഇടത്തോട്ട് ലെഫ്റ്റിലേക്ക് മാറും എന്ന് പറയുന്നതിനാണ് വിയൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുന്നത്. വിയൻസ് ലോയ്ക്ക് നമ്മൾ സെപ്പറേറ്റ് പഠിക്കാൻ പോവാണ്. പ്ലാങ്ക്സിലായിട്ട് കൂടെ വിയൻസ് ലോ പഠിക്കും. വിയന് 2 ലോ ഉണ്ട്. ഒന്ന് ഈ ഡിസ്പ്ലേസ്മെന്റ് ലോ, പിന്നെ ഒരു 5th പവർ ലോ ഉണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റ് ലോയും 5th പവർ ലോയും കമ്പൈൻ ചെയ്ത് അദ്ദേഹം ആ വിയൻസ് ഡിസ്ട്രിബ്യൂഷൻ ലോ ഉണ്ടാക്കും. അപ്പോൾ വിയൻ്റെ പേരിൽ 3 ലോയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് വിയൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ, രണ്ടാമത്തെ വിയൻസ് 5th പവർ ലോ, മൂന്നാമത്തെ വിയൻസ് എനർജി ഡിസ്ട്രിബ്യൂഷൻ ലോ. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ മാക്സിമം എനർജി കാണിക്കുന്ന ലാംഡകൾ ഇടത്തോട്ട് മാറും. അത് ഡിസ്പ്ലേസ്മെന്റ് ലോ മാത്രമല്ല, ഈ മാക്സിമം എനർജി കാണിക്കുന്ന ലാംഡ എം പ്രപ്പോർഷൻ 1/t. അപ്പോൾ വിയൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ മാത്തമാറ്റിക്കലായിട്ട് എഴുതുന്ന രീതിയാണ് ലാംഡ എം പ്രപ്പോർഷൻ 1/t. ഇവിടെ ലാംഡ എം എന്ന് കാണിക്കുന്നത് എന്താണ്? അത് മാക്സിമം വേവ് ലെങ്ത് അല്ല, മറിച്ച് മാക്സിമം എനർജിയെ കാണിക്കുന്ന വേവ് ലെങ്താണ്. ദ ലാംഡ കറസ്പോണ്ടിങ് ടു മാക്സിമം എനർജി ഓഫ് ദി ഫോട്ടോൺ, ദാറ്റ് വി റൈറ്റ് ആസ് ലാംഡ എം. ചിലപ്പോൾ ഈ ലാംഡ എം കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കുന്നത് മാക്സിമം വേവ് ലെങ്ത് ആണ്. മാക്സിമം വേവ് ലെങ്ത് അല്ല, മാക്സിമം എനർജിയെ കാണിക്കുന്ന വേവ് ലെങ്ത്. അത് ആ ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. മാത്തമാറ്റിക്കലി ദ വിയൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ഈസ്,
ഇപ്പോൾ ലാംഡ എം എന്നുള്ളത് നമുക്ക് ഈസിക്കൽ കോൺസ്റ്റന്റ് ഇടും. ആ കോൺസ്റ്റന്റ് ബി ആണ്, ബി ഇൻറ്റു 1/t. അപ്പോൾ ലാംഡ എം ഇൻറ്റു ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാംഡ എം ഇൻറ്റു ബി എന്ന് കിട്ടും. ആ ബിയെ വിളിക്കുന്ന പേരാണ് വിയൻസ് കോൺസ്റ്റന്റ്. where lambda m is the wavelength corresponding to maximum energy. Wavelength corresponding to maximum energy. And is the temperature B, small b. Small b is the Wien's constant. Wien's constant is B is equal to 2.898 into 10 raised to minus 3 meter Kelvin. Small and capital K. ഈ വിയൻസ് കോൺസ്റ്റന്റ് ടേബിൾസിനകത്തുണ്ട് കേട്ടോ. ടേബിൾസിലെ പേജ് നമ്പർ 51 51 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻ കേസ് മറന്നുപോയാൽ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ടേബിൾസ് എക്സാമിനേഷൻ അലൗഡ് ആണ്. അപ്പോൾ വിയൻസ് കോൺസ്റ്റന്റ് ബി ഇസ് ഈക്വൽ ടു 2.898 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3 മീറ്റർ കെൽവിൻ. അപ്പോൾ ലാംഡ എം ഇൻറ്റു ടി ഇസ് ഈക്വൽ ബി എന്ന് പറയുന്നതാണ് വിയൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. അതിൻ്റെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസർ ആണ്. ഈ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം ഓർ സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്: briefly explain spectral distribution of black body radiation. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ പ്രോബ്ലം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. സിമ്പിൾ പ്രോബ്ലം എന്ന് പറയാൻ പാടില്ല, ഇമ്പോർട്ടൻ്റ് ആണത്. ചോദിക്കാറുള്ള ചോദ്യം, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. The wavelength of maximum energy in solar spectrum is 475 nanometer. Calculate the effective temperature of sun. Wien's constant is B is equal to 2.898 into 10 raised to minus 3 meter Kelvin. അപ്പോൾ സോളാർ റേഡിയേഷനിലെ മാക്സിമം എനർജി കാണിക്കുന്ന ലാംഡ 475 നാനോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് സണ്ണിൻ്റെ എഫക്റ്റീവ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ അപ്പോൾ വിയൻസ് ലോ വെച്ച് ചെയ്തൊരു പ്രോബ്ലമാണ്. വിയൻസ് കോൺസ്റ്റന്റ് തന്നു കഴിഞ്ഞാൽ ഓർക്കണം, അത് വിയൻസ് ലായുടെ പ്രോബ്ലം ആയിരിക്കും മിക്കവാറും. ലാംഡ എം ഇൻറ്റു ടി ഇസ് ബി, ടി ഇസ് ബി ബൈ ലാംഡ എം ഈക്വൽ ടു 2.898 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3 ബൈ 475 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 9. അതായത് നാനോമീറ്റർ ആണ് ഈ 475. ഇപ്പം നാനോമീറ്ററിനെ മീറ്റർ ആക്കാൻ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 10 റൈസ് ടു മൈനസ് 9 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 6101 കെൽവിൻ. അപ്പോൾ ഈ പ്രോബ്ലം അനുസരിച്ച് സണ്ണിൻ്റെ ടെമ്പറേച്ചർ, സണ്ണിൻ്റെ സർഫസ് ടെമ്പറേച്ചർ, സണ്ണിൻ്റെ ഉപരിതല ടെമ്പറേച്ചർ 6101 K ആണ്. അതാണ് സൂര്യൻ്റെ ഊഷ്മാവ്, സർഫസ് ടെമ്പറേച്ചർ. ഇനി നമ്മൾ പഠിക്കുന്നത് ക്രിച്ചഫ്സ് ലോ ആണ്. ക്രിച്ചഫ്സ് ലോ ഇൻ റേഡിയേഷൻ, ഇൻ ഹീറ്റ് റേഡിയേഷൻ. ഇപ്പോൾ ക്രിച്ചഫ്സ് ലോ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിസിറ്റി ഒക്കെ പഠിക്കുന്നതാണ്. അതല്ല ഇത്. ക്രിച്ചഫ്സ് ലോ എന്ന് പഠിച്ചാലേ മതി. ലോസ് ഓർ ലോ എന്ന് മതി. ലോസ് വേണ്ട, ഒറ്റ ലോയേ ഉള്ളു. ക്രിച്ചഫ്സ് ലോ. The Kirchhoff's law states that at a given temperature and for a given wavelength, the ratio of the MC power to the absorptive power is the same for all surfaces and is equal to the MC power of a perfect black body. അപ്പോൾ രണ്ട് പുതിയ ടേം ഇവിടെ വരികയാണ്, MC പവർ, അബ്സോർപ്റ്റീവ് പവർ. അത് നമുക്കിതിന് താഴെ പറയാം. ആദ്യം ഈ വാക്കുകളൊന്ന് പഠിക്കുക, എന്നിട്ട് ഈ ലോ ഓർക്കുക. The Kirchhoff's law states that at a given temperature and for a given wavelength, the ratio of the MC power to the absorptive power is the same for all surfaces and is equal to the MC power of a perfect black body. അപ്പോൾ MC പവറിൻ്റെയും അബ്സോർപ്റ്റീവ് പവറിൻ്റെയും റേഷ്യോ അതൊരു എല്ലാ ബോഡിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതൊരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയുടെ MC പവറിന് തുല്യവുമാണ്. അതെന്താണെന്ന് നോക്കി ഇതിൻ്റെ ലോയുടെ എക്സ്പ്ലനേഷൻ ഇതാണ്. ഈ ഫി ലാംഡ എ ലാംഡ സഫിക്സ് ആണ്. ഈ ഫി ലാംഡ ആൻഡ് എ ലാംഡ ആർ ദി MC പവർ ആൻഡ് അബ്സോർപ്റ്റീവ് പവർ ഓഫ് എ സർഫസ്. MC പവർ എന്നാൽ ലൈറ്റ് പുറത്തേക്ക് ഒരു സർഫസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഹീറ്റ് ഉണ്ടെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് പോകും. അത് MC പവറിനെ കറസ്പോണ്ട് ചെയ്യും. ഈ സർഫസ് ഹീറ്റിനെ അബ്സോർവ് ചെയ്യും. അത് അബ്സോർപ്റ്റീവ് പവറിനെ കറസ്പോണ്ട് ചെയ്യും. ഒരു വസ്തു ബ്ലാക്ക് ബോഡി ആണെങ്കിലും അല്ലെങ്കിലും
എത്രമാത്രം ഹീറ്റ് എമിറ്റ് ചെയ്യും, എത്രമാത്രം ഹീറ്റ് അബ്സോർബ് ചെയ്യും, അതിനെ കണക്ക് സൂചിപ്പിക്കുന്ന ടേമുകളാണ് ഈ എം സി പവർ, അബ്സോർബറ്റീവ് പവർ. ഈ വി ലാംഡ ആൻഡ് എ ലാംഡ ആർ ദി എം സി പവർ ആൻഡ് ദി അബ്സോർബറ്റീവ് പവർ ഓഫ് എ സർഫസ് at a temperature T for a wavelength lambda, and E lambda, capital E lambda, is the emissive power of a perfectly black body at the same temperature T and for the same wavelength lambda. Then according to Kirchhoff's law, E lambda by A lambda is E lambda a constant. അതായത് ഒരു വസ്തുവിൻ്റെ എം സി പവറിൻ്റെ അബ്സോർബറ്റീവ് പവറിൻ്റെ റേഷ്യോ അത് ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയുടെ എം സി പവർ തുല്യമാണ്. ഈ ഫി ലാംഡ ആൻഡ് എ ലാംഡ ആർ ദി എം സി പവർ ആൻഡ് അബ്സോർബറ്റീവ് പവർ ഓഫ് എ സർഫസ് അറ്റ് എ ടെമ്പറേച്ചർ ടി ഫോർ എ വേവ്ലെങ്ത് ലാംഡ, ആൻഡ് ക്യാപിറ്റൽ ഇ ലാംഡ ഈസ് ദി എം സി പവർ ഓഫ് എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി അറ്റ് ദ സെയിം temperature T and for the same wavelength. Then according to Kirchhoff's law, E lambda by A lambda is equal to capital E lambda, a constant. ഇതാണ് Kirchhoff's law. അപ്പോൾ ഇത് ഈ സ്ലൈഡൊന്നുമില്ല, അടുത്ത സ്ലൈഡ്. ഇൻ അതർ വേർഡ്സ്, അത് മറ്റൊരു രീതി പറഞ്ഞാൽ, ഇൻ അതർ വേർഡ്സ്, Kirchhoff's law of radiation states that in other words, Kirchhoff's law of radiation states that a substance which emits a certain wavelength at a temperature is capable of absorbing the same wavelength at a lower temperature if light from a, like heat from a. In other words, Kirchhoff's law of radiation states that a substance which emits a certain wavelength at a temperature is capable of absorbing the same wavelength at a lower temperature if light from a strong source is incident. Light from a stronger source at a high temperature falls on it. അതായത് ഒരു വസ്തു എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ തന്നെ അത് അബ്സോർബ് ചെയ്യും. അതിന് താഴെയുള്ള ടെമ്പറേച്ചറിൽ ഒരു സോഴ്സിൽ നിന്ന് ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റ് വന്ന് വീണാൽ. ഇനി നമുക്ക് എന്താണ് എമിസീവ് പവർ എന്ന് നോക്കാം. എമിസീവ് പവർ, അപ്പോൾ എമിസീവ് പവറിൻ്റെ അബ്സോർബറ്റീവ് പവറിൻ്റെ റേഷ്യോ കോൺസ്റ്റന്റ് ആണെന്നാണല്ലോ Kirchhoff's law പറഞ്ഞത്. അപ്പോൾ എന്താണ് എമിസീവ് പവർ? ഇതെല്ലാം സെപ്പറേറ്റ് ക്വസ്റ്റൻ കേട്ടോ, 2019. Emissive power of the surface of a body for a given wavelength lambda at a given temperature is defined as the amount of energy emitted per second per unit area of the surface. A black body is the best radiator and it has the highest emissive power E lambda, capital E lambda. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഒരു സർഫസിൻ്റെ യൂണിറ്റ് ഏരിയയിൽ നിന്ന് 1 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് പോകുന്ന റേഡിയൻ്റ് എനർജിയുടെ അളവിനെയാണ് എമിസീവ് പവർ എന്ന് പറയുന്നത്. എമിസീവ് പവർ ഓഫ് ദി സർഫസ് ഓഫ് എ ബോഡി ഫോർ എ ഗിവൺ വേവ്ലെങ്ത് ലാംഡ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് എനർജി എമിറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദി സർഫസ്. ഒരു സർഫസിൻ്റെ യൂണിറ്റ് ഏരിയയിൽ നിന്ന് 1 സെക്കൻഡ് കൊണ്ട് റേഡിയേറ്റ് ചെയ്യുന്ന എനർജി ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിക്ക് അത് നമ്മൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ എമിറ്റ് ചെയ്യുക. അതിൻ്റെ വാല്യൂ
ക്യാപിറ്റൽ ഇ ലാംഡ എന്ന് എഴുതും. സാധാരണ വസ്തുവിന് നമ്മൾ സ്മോൾ ഇ ലാംഡ എന്ന് എഴുതും. പിന്നെ ഒരു വാക്ക് പഠിക്കാനുള്ളത് റിലേറ്റീവ് എമിറ്റൻസ്. എപ്സിലോൺ എന്ന് പറയും റിലേറ്റീവ് എമിറ്റൻസ്, അല്ലെങ്കിൽ എമിസിവിറ്റി എന്ന് പറയും. അപ്പോൾ എമിസീവ് പവറും എമിസിവിറ്റിയും ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. എമിസിവിറ്റിയെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് എമിറ്റൻസ്, എപ്സിലോൺ എന്ന് പറയും. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് എമിസീവ് പവർ ഓഫ് എ ബോഡി ടു എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ എമിസീവ് പവറും ഒരു ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവർ റേഷ്യോ എടുത്താൽ അതിനെ വിളിക്കുന്ന റിലേറ്റീവ് എമിറ്റൻസ്. റിലേറ്റീവ് എമിറ്റൻസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വരുമ്പോൾ ഒരു രണ്ട് വസ്തുക്കളുടെ കമ്പാരിസൺ ഉണ്ടല്ലോ. അപ്പോൾ ഒരു വസ്തു എമിറ്റ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ എമിസീവ് പവറിനെ അതേ ടെമ്പറേച്ചറിലുള്ള ഒരു ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവർ കൊണ്ട് ഹരിച്ചാൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ടേമാണ് റിലേറ്റീവ് എമിറ്റൻസ്. റിലേറ്റീവ് എമിറ്റൻസിനെ വിളിക്കുന്ന പേരാണ് എമിസിവിറ്റി. ദാറ്റ് ഈസ് എപ്സിലൺ ഈസ് ഈക്വൽ ടു ഈ പോലെ എഴുതുന്ന എപ്സിലൺ. എപ്സിലൺ ഈസ് ഈക്വൽ ടു എ ലാംഡ ഇ ലാംഡ, സ്മോൾ ഇ ലാംഡ ബൈ ക്യാപിറ്റൽ ഇ ലാംഡ, where small e lambda is emissive power of the given body and capital E lambda is emissive power of a black body at the same temperature. പിന്നെ ഇവിടെ ഫോർ എ ബ്ലാക്ക് ബോഡി ദ റിലേറ്റീവ് എമിറ്റൻസ് ഇസ് 1. ഒരു ബ്ലാക്ക് ബോഡിക്ക് റിലേറ്റീവ് എമിറ്റൻസ് 1 ആണ്. എന്താ കാരണം? നമ്മൾ എപ്സിലോൺ സി ലാംഡ ബൈ ക്യാപിറ്റൽ ഇ ലാംഡ അല്ലേ. ബ്ലാക്ക് ബോഡി ആകുമ്പോൾ താഴെ മുകളിൽ ക്യാപിറ്റൽ ഇ ലാംഡ വരും, അതുകൊണ്ട് 1 ആയിരിക്കും. ഫോർ എ ബ്ലാക്ക് സർഫസ് റിലേറ്റീവ് എമിറ്റൻസ് ഇസ് 1. ഇനി എന്താണ് ഈ അബ്സോർപ്റ്റീവ് പവർ എന്ന് പറയുന്നത്? അബ്സോർപ്റ്റീവ് പവർ, വാട്ട് ഈസ് അബ്സോർപ്റ്റീവ് പവർ? അബ്സോർപ്റ്റീവ് പവർ എന്താണ്? അബ്സോർപ്റ്റീവ് പവർ എ ലാംഡ എന്ന് പറയും. അബ്സോർപ്റ്റീവ് പവർ ഓഫ് എ സർഫസ് ഓഫ് ദി സർഫസ് ഓഫ് എ ബോഡി അറ്റ് ഫോർ എ ഗിവൺ വേവ്ലെങ്ത് ലാംഡ ഈസ് ദി ratio of the quantity of heat absorbed by to the quantity of heat incident on it. നമുക്കറിയാം, ഇപ്പോൾ ബ്ലാക്ക് ബോഡി ആണെങ്കിൽ ബ്ലാക്ക് ബോഡിയുടെ പുറത്ത് വീഴുന്ന എല്ലാ റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. നേരെ മറിച്ച് ഒരു വൈറ്റ് ബോഡി ആണെങ്കിൽ, ബ്ലാക്ക് ബോഡി അല്ലാത്ത ഒരു വസ്തുവാണെങ്കിൽ അതിന് പുറത്ത് പതിക്കുന്ന റേഡിയേഷൻ്റെ കുറച്ച് മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ, ബാക്കിയെല്ലാം റിജക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ക്യൂ റേഡിയേഷൻ പതിച്ചാൽ, ഇവിടെ നോക്കുക, ക്യൂ റേഡിയേഷൻ പതിച്ചാൽ അതിൻ്റെ പാർട്ട് ക്യൂ ഡാഷ് ഈ വസ്തു സർഫസ് അബ്സോർബ് ചെയ്താൽ ക്യൂ ഡാഷ് ബൈ ക്യൂ, അതിനെ വിളിക്കുമ്പോൾ അബ്സോർപ്റ്റീവ് പവർ. ഓർത്തിരിക്കണം, ഒരു വസ്തുവിൽ ഒരു സർഫസിൽ പതിക്കുന്ന റേഡിയേഷൻ എല്ലാം അബ്സോർബ് ചെയ്യത്തില്ല. ബ്ലാക്ക് ബോഡി ആണെങ്കിൽ അബ്സോർബ് ചെയ്യും, മറ്റ് വസ്തുക്കളാണെങ്കിൽ പതിക്കുന്നതിൻ്റെ ഒരു പാർട്ട് മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ. ഇപ്പോൾ ക്യൂ റേഡിയേഷൻ ഇൻസിഡൻ്റ് ആകുകയാണെങ്കിൽ ക്യൂ ഡാഷ് മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ, ക്യൂ ഡാഷ് കുറവാണ്. അപ്പോൾ ക്യൂ ഡാഷിനെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിലേഷനാണ് എ ലാംഡ. എ ലാംഡയെ വിളിക്കുന്ന പോലെ അബ്സോർപ്റ്റീവ് പവർ. Absorptive power of the surface of a body for a given wavelength lambda is the ratio of the quantity of heat absorbed by it. Absorbed by it to the quantity of heat incident. Absorbed എന്നല്ല, absorbed എന്നാകണം. To the quantity of heat incident on it. അപ്പോൾ ഈ ലാസ്റ്റ് പാർട്ടിൽ നിന്നുള്ള, നമ്മൾ ആദ്യ പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. ഈ ക്രിസ്റ്റോഫ്സിൽ തുടങ്ങിയ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത്? എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് നമ്പർ 1, സ്റ്റേറ്റ് ക്രിസ്റ്റോഫ്സ് ലോ ഓഫ് ഹീറ്റ് റേഡിയേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 2, ഡിഫൈൻ എമിസീവ് പവർ ആൻഡ് എമിസീവ് എന്നാണ്, അവിടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിപ്പോയി. ഡിഫൈൻ എമിസീവ് പവർ ആൻഡ് അബ്സോർപ്റ്റീവ് പവർ ഒരാറ്റ് മതി. അത് ഡിഫൈൻ റിലേറ്റീവ് എമിറ്റൻസ്. റിലേറ്റീവ് എമിറ്റൻസ് ആണ്, റെമിറ്റൻസ് അല്ല, എമിറ്റൻസ്. റിലേറ്റീവ് എമിറ്റൻസ് ഓർ എമിസിവിറ്റി ഓഫ് സർഫസ്. നമ്പർ 4, എക്സ്പ്ലെയിൻ അബ്സോർപ്റ്റീവ് പവർ ഓഫ് എ സബ്സ്റ്റൻസ്. ഇപ്പോൾ സ്പെല്ലിംഗ് നടത്തിയതുള്ളൂ, ഞാൻ ഒന്ന് വായിക്കാം. സ്റ്റേറ്റ് ക്രിസ്റ്റോഫ്സ് ലോ ഓഫ് ഹീറ്റ് റേഡിയേഷൻ, അവിടെ മിസ്റ്റേക്ക് ഇല്ല. ഡിഫൈൻ എമിസീവ് പവർ, EMISSIVE, എമിസീവ് പവർ ആൻഡ് അബ്സോർപ്റ്റീവ് പവർ. ഡിഫൈൻ റിലേറ്റീവ് എമിറ്റൻസ്, ആർ വേണ്ട, എമിറ്റൻസ് or emissivity of a surface. Explain absorptive power of a substance.
That is all with your 8th lecture on thermal physics. We continue our class. Thank you very much.